ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, കൂട്ടുകാരെ, പ്രസ്ഥാന നേതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ജില്ല സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ അവസരത്തിൽ ലഹരിയെ തുരത്താം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന വളരെ അപകടകരമായ ഒരു ദുശ്ശീലമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിനടിമപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യം വെച്ച് ഒരു ലഹരി മാഫിയ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മിഠായിയുടെയും കേക്കിൻ്റെയും എന്ന് വേണ്ട ഏത് രൂപത്തിലും ഇന്ന് ഇത് യഥേഷ്ടം സുലഭമാണ്. ആദ്യം സൗജന്യമായി നൽകി മക്കളെ വശീകരിക്കുകയും പിന്നീട് പൂർണ്ണമായും ഇതിനടിമപ്പെടുന്ന പ്രവണതയാണ് ഇന്ന് ദർശിക്കാൻ സാധിക്കുന്നത്. മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം യുവതലമുറയുടെ വലിയ വിഭാഗം തന്നെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് സ്വയം നശിച്ചും ചുറ്റുപാടും നശിപ്പിച്ചും മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ലഹരിയുടെ പേരിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ചതും അധ്യാപകൻ വിദ്യാർത്ഥിയെ കീഴ്പ്പെടുത്തിയതും ലോസ് ഏഞ്ചൽസിലോ ഫിലോഡൽഫിയയിലോ അല്ല, നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ തന്നെയായിരുന്നു. കേവലം പണമുണ്ടാക്കാൻ വേണ്ടി കൊച്ചുകുട്ടികളെ പോലും അത്തരക്കാർ അവരുടെ വലയിലകപ്പെടുത്തുന്നു. ഗതകാല വർത്തമാന കാലമേടുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ കൂടുതലും ലഹരി വസ്തുക്കളുടെ പേരിൽ പുറത്തു വരുന്നവരുടെ പേരുകൾ ഒന്ന് പരിശോധിച്ചാൽ കൂടുതലും ഭൗതികമായ നിരവധി ഡിഗ്രികളുള്ളവരാണെന്ന് കണ്ടെത്താൻ സാധിക്കും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരാകുന്ന സമയം ലോകം അജ്ഞതയിലും അന്ധകാരത്തിലും പെട്ട് സത്യമെന്ത് അസത്യമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. നിത്യജീവിതത്തിൽ വെള്ളത്തിന്റെ ലാഘവത്തിൽ കള്ളിന്റെ ഉപയോഗം എല്ലാ മേഖലകളിലും കീഴടക്കി. കള്ളിന്റെ സ്നേഹത്താൽ അവർ പാടിയിരുന്നു: ഇദാമിതു ഫദഫന്നി ഇലാ ജംബി കർമത്തി ഉറവി ഇളാമി ബഅദ റൂഹി ഉറുഖഹ ഫലാ തദ്ഫനന്നി ഫിൽ ഫലാത്തി വഇന്നനി അഖാഫു ഇദാമിത അല്ലാ അദുഖഹ. ഞാൻ മരിച്ചാൽ കള്ളിന്റെ ലഹരി നുണയാൽ എന്നെ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ മറവ് ചെയ്യണം. എന്നെ വിജനമായ സ്ഥലത്ത് മറവ് ചെയ്യരുത്. വിജനമായ സ്ഥലത്ത് മറവ് ചെയ്താൽ കള്ള് രുചിക്കാൻ കഴിയില്ല എന്ന പേടിയാണ് ഇപ്പോൾ എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് കള്ളിന്റെ സ്നേഹത്താൽ അവർ പാടിയിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഉ ഫിൽ ഖംരി വൽ മൈസരി വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത് ഫഹൽ അൻതും മുൻതഹൂൻ. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനും അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും അഥവാ ദിക്ർ, നിസ്കാരം, സ്വലാത്തിൽ നിന്നും നിങ്ങൾ തടയാനും മാത്രമാണ് ലഹരിയിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് വിരമിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. 3.5 കോടി ജനങ്ങൾ വസിക്കുന്ന കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് മൊത്തം ലഹരിയുടെ 16% കേരളത്തിലാണെന്ന കണക്ക് നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. മോശമായ കൂട്ടുകെട്ടുകളിലൂടെയും കളികളിലൂടെയും ഉല്ലാസയാത്രകളിലൂടെയുമാണ് കൂടുതലും ടീനേജ് പ്രായക്കാർ ലഹരിക്ക് അടിമപ്പെടുന്നത്. അതുപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് ടർഫിലെ രാത്രികാല കളികൾ. നമ്മുടെ വീട്ടിലേക്ക് ചെറുപ്പക്കാർ വാഹനങ്ങളായി എത്തുന്നു. സുമോഹന വാഗ്ദാനങ്ങൾ നൽകി തിരിച്ച് കളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ റാഞ്ചിക്കൊണ്ടുപോകുന്നു. തിരിച്ചു കൊണ്ടുവരുന്നത് പുലർച്ചെ 3 മണിക്കാണ്. ഇതിനിടയിൽ വിശ്രമത്തിനായി ബാത്റൂമിൽ പോയി ഫ്രഷായി വരുന്ന വഴിയിൽ ക്ഷീണം അകറ്റാനെന്ന പേരിൽ ലഹരി മാഫിയക്കാർ പൊടികളും ഡ്രോപ്സുകളും നൽകുന്നു. നിഷ്കളങ്കരായ മക്കൾ അത് വാങ്ങി കഴിക്കുന്നു. ഇതിലൂടെ ലഹരിയിലെ ലോകത്തിലെ കവാടത്തിലേക്ക് നമ്മുടെ മക്കളെ സ്വാഗതം ചെയ്യുന്നു.
ഇതിനൊരു പരിഹാര മാർഗം സുംബ ഡാൻസ് അല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഹലാലായ ലഹരിയിലേക്ക് നമ്മളുടെ മക്കളുടെ മനസ്സിനെ തിരിച്ചുവിടണം. എന്താണ് വഴി? പരിശുദ്ധ ഖുർആനിനേക്കാൾ മറ്റൊരു വഴിയില്ല. സ്വലാത്ത്, സിക്ർ, നിസ്കാരത്തിനേക്കാൾ മറ്റൊരു ലഹരിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണമായിരിക്കണം നമ്മുടെ ലഹരി. പണ്ഡിത ലോകത്തിന്റെ ആത്മീയ ഗുരു, ആദർശ പ്രസ്ഥാനത്തിന്റെ ധീര പോരാളി, ആയിദുസ്സമാൻ, സുന്നി ജനകോടികളുടെ പഠനായകൻ, മഹാനായ സുൽത്താനുൽ ഉലമ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിമിഷപ്രിയയിലൂടെ ലോകത്തിനു മുന്നിൽ കാണിച്ചു തന്ന മാനവികതയും മതമൈത്രയവും രാജ്യസ്നേഹവും വേദനിപ്പിക്കുന്ന മനസ്സുകളോടൊപ്പം ചേർന്നു നിൽക്കാനുള്ള വിശാല മനസ്കതയും അതായിരിക്കണം നമ്മുടെ ലഹരി. സ്വലാത്തിനെ ലഹരിയായി കണ്ട് നൂറുകണക്കിന് ആളുകളെ കൊണ്ട് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിപ്പിച്ച് സമ്മാനമായി ഉംറ നൽകി ആദരിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെയുള്ള ഹലാലായ ലഹരിയിലേക്ക് നമ്മളുടെ മക്കളുടെ മനസ്സിനെ തിരിച്ചുവിടണം എന്നപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.